നിങ്ങൾ ഈ ഫോമോ എന്ന് കേട്ടിട്ടുണ്ടോ? ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഒരുപാട് സോഷ്യൽ മീഡിയയിൽ സമയം ചിലവഴിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ റീൽസ് ഒക്കെ കാണുന്ന ആളുകൾ മറ്റുള്ള സെലിബ്രിറ്റീസിൻ്റെതോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെതോ അല്ലെങ്കിൽ വ്ളോഗ് ഒക്കെ ചെയ്യുന്ന ആളുകളുടെയൊക്കെ സക്സസ് സ്റ്റോറീസ്, അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവർ പോയ വിനോദയാത്രകൾ, അതിൻ്റെ മൊമെൻറ്റ്സ്, ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ ആകാൻ പറ്റിയില്ലല്ലോ, എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ, അങ്ങനെ നമ്മൾ താരതമ്യം ചെയ്തിട്ട് സ്വന്തമായിട്ട് എന്താ പറയുക ഉത്കണ്ഠപ്പെടുകയോ ആകുലപ്പെടുകയോ അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഒരു സക്സസ്ഫുൾ അല്ല ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്നത്. അതായത് എനിക്കത് ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്തയിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. സോ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം റിയൽ ലൈഫും രണ്ടും രണ്ടാണ്. ഈ ഒരു 3 മിനിറ്റിൽ താഴെയുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ജോയ്ഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ് ഈ കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിട്ടാണ് എൻ്റെ ലൈഫ് അങ്ങനെ ആയില്ല, എനിക്ക് അങ്ങനെ ഒരു നല്ല കരിയർ കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് അതുപോലെ ഒരു വീട് വെക്കാൻ പറ്റിയില്ല, എനിക്ക് അങ്ങനെ ഒരു വാഹനം വാങ്ങാൻ പറ്റിയില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ താരതമ്യം ചെയ്തുകൊണ്ട് നമ്മൾ എന്താ പറയുക താഴേക്ക് പോകും. നമ്മുടെ ചിന്തകളാണെങ്കിലും നമ്മൾ കുറച്ച് ഡൗൺ ആയി പോകും. സോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളൊരവസ്ഥയാണ് ജോമോ എന്ന് പറയുന്നത്, ജോയ് ഓഫ് മിസ്സിങ് ഔട്ട്. അതായത് നമ്മൾ റിയലൈസ് ചെയ്യുകയാണ് എല്ലായിടത്തും എല്ലാവരും ഒരുപോലെയല്ല, അതേപോലെ തന്നെ എല്ലാവരുടെ സക്സസ്സും ഒരേ രീതിയിലല്ല, അത് അളക്കേണ്ടതും ഒരേ രീതിയിലല്ല. നമുക്കുള്ളതിൽ നമ്മൾ സംതൃപ്തരാകുക. ഞാൻ എല്ലായിടത്തും ആവേണ്ട ആവശ്യമില്ല, അവരെപ്പോലെ ആവേണ്ട ആവശ്യമില്ല, എനിക്കുള്ളതിൽ എനിക്ക് കിട്ടിയ ബ്ലെസ്സിങ്ങിൽ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാനൊരു സംതൃപ്തമായിട്ട് ഇരിക്കുക എന്നുള്ളൊരവസ്ഥയാണ് നമ്മൾ ജോമോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുട്ടികളിലും ഉണ്ടാവാം, വലിയ ആളുകളിലും ഉണ്ടാവാം. നമ്മളെപ്പോഴും ഈ ഒരു അവസ്ഥ, ഈ ഒരു ഫോമോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു താരതമ്യം ചെയ്യുന്ന രീതിയിലുള്ള ഇഷ്യൂസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് സെൽഫ് റെഗുലേഷൻസ് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗം കുറച്ച് കൊണ്ടുവരിക, ഈ നോട്ടിഫിക്കേഷൻസൊക്കെ ഓഫ് ചെയ്ത് വെക്കുക. സോ കുറച്ചും കൂടി ഒരു സമയപരിമിതികളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയും പിന്നെ അവരുടെ ലൈഫായിട്ട് നമ്മൾ താരതമ്യം ചെയ്യാതെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സമയം സ്വയം സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നല്ലൊരു സമയം ഉണ്ടാവുക, നല്ല ഉറക്കം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അതിനേക്കാൾ ഏറ്റവും കൂടുതലാണ് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, നമുക്ക് കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്, നമ്മുടെ ജീവിതം, അതിലൊക്കെ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക. ആ ഒരു ദിവസവും ഒരു 3 കാര്യങ്ങൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി എഴുതി വയ്ക്കുന്ന ഒരു ശീലം ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെ നമുക്കുള്ള കാര്യങ്ങളിൽ ഒരുപാട് സംതൃപ്തി തരാനും ഹാപ്പി ആയിട്ടിരിക്കാനും സഹായിക്കുന്ന കാര്യങ്ങളാണ്.